അല്ല ഒരു കാര്യം പറയണ്ടേ, ഇത് കൈ വെച്ചോ, ഇത് കൈ വെച്ചോ. അല്ല ഇത് വാങ്ങിച്ചിട്ട് പോന്നേ. ഇൻസ്റ്റൈഡിയല്ലേ വേണ്ടേ? QR കോഡ് സ്കാൻ ചെയ്തു. Q3 വട്ടോളി. ലെറ്റർ ഞാൻ സുമലതയുടെ കൈ കൊടുത്തിട്ടുണ്ട്. മറുപടി സുമലതയുടെ കൈ കൊടുത്തേക്കാം. ശരി, ചുറ്റമ്പലം ചുറ്റിയിട്ടേ പോകത്തുള്ളല്ലോ. അപ്പൊ എങ്ങനെ കേറുവല്ലയോ? ഒട്ടും പേടിയില്ല? ഇല്ല, അപ്പുറത്തെ എന്റെ വീട്. എന്നാ വാ. പെട്ടെന്ന് പറയട്ടോ, ആരെങ്കിലും കണ്ടാലോ? എനിക്ക് പേടിയാ. ഞാനപ്പുറത്തെ സുമലതയെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടോട്ട് വന്നേ. അപ്പൊ എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ലയോ? കത്ത് ഞാൻ വായിച്ചായിരുന്നു. പൊളിയായിരുന്നു. അല്ല, പേരെന്തോന്ന് ചോദിക്കാൻ മറന്നു. പേരെന്തുവായിരുന്നു? രമ്യ. മറന്നുപോയല്ലേ. അതെ, ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോവാ. അപ്പം ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കത്തെഴുതാം കേട്ടോ. മറുപടി ഞാനും എഴുതാം. അല്ല, ഒരു ഡൗട്ട്, റിലേഷൻ വല്ലതും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ 3 സൈഡ് ചിക്ക് ഉണ്ട്, 1 മെയിൻ ചിക്ക്, 2 ലവർ, പിന്നെ 3 ബോയ് ഫ്രണ്ട്, 1 ട്രൂ ലവ്. അപ്പൊ ഞാൻ പൂവല്ല, പൂക്കി. പോട്ടെ. ശരി. അല്ല, എത്ര വയസ്സുണ്ടായിരുന്നു? ഏതൊക്കെ നല്ലോണം ഉണ്ട്. എത്ര? 16. ദേവി. പിരിവാര് വന്നപ്പം പേരെന്തോ പറഞ്ഞു കൊടുത്തേ? PK ശേഖരൻ നമ്പ്യാർ. എന്തുവാ? PK ശേഖരൻ നമ്പ്യാർ. നിന്നോട് പറഞ്ഞിട്ടില്ലേ PK ശേഖരൻ നമ്പ്യാർ ചേട്ടൻ എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്? അയ്യോ ചേട്ടാ, പേരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാ ചേട്ടാന്ന് പറയുന്നത്? വന്ന് വന്ന് നിനക്ക് ബഹുമാനമില്ലല്ലേ? നമ്മള് തമ്മിൽ എങ്ങനെ കല്യാണം കഴിക്കോടാ? കല്യാണമൊക്കെ കഴിക്കാം, പക്ഷെ നീ നിന്റെ കാര്യം നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കും. എനിക്കും അത് തന്നെ വേണ്ട. നമുക്കൊരു പൊളി പൊളിക്കാം. എനിക്ക് 4-5 ഗേൾ ഫ്രണ്ട് ഉണ്ട്. അത് കുഴപ്പമില്ല, എനിക്കുണ്ട് 10 എണ്ണം. കുഴപ്പമില്ല, അച്ഛൻ അപ്പൊ ആലോചിക്കാൻ പറയാം. പിന്നെ ഞാനില്ലാത്തപ്പോ പേര് പറയുമ്പോ ചേട്ടാന്ന് തന്നെ പറയണം. പറഞ്ഞത് കേട്ടോടി. ചോറിന് എന്തു കറി? മീൻകറി. മീൻകറി മാത്രമേ ഉള്ളോ? അയ്യോ, എനിക്ക് വയ്യായിരുന്നു. തോരനൊന്നും ഉണ്ടാക്കിയില്ല? വയ്യ എന്ന് പറഞ്ഞ് നീ ഒന്നും ഉണ്ടാക്കിയില്ല? എല്ലാ ദിവസവും നീ നിന്റെ സൈഡ് ചിക്കനെ മെയിൻ ചിക്കനെ കൂടെ പോലെ ഇന്ന് നമുക്ക് ഒരുമിച്ച് പുറത്തു പോയാലോ? രാത്രി 12 മണി നമുക്ക് ഇപ്പൊ ഇറങ്ങിയാലോ? നിനക്കറിയത്തില്ലേ എനിക്ക് 8 കൂട്ടം കറികൾ വേണമെന്ന്? നീ എത്ര നാളായിട്ട് നീ അത് മനസ്സിലാക്കിയിട്ടില്ലയോ? ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് അത് നിക്കർ ടൈപ്പൊക്കെ ഇട്ടോ. ഇത് ഞാൻ എടുത്തോളൂ. ഇതിനെന്തൊരു കുഴപ്പം? ഇടിയൊന്ന് മാറിയിട്ടുണ്ടോ? പറ്റത്തില്ല. നീ നിന്റെ കാര്യം നോക്കിയോ, എന്റെ കാര്യം നോക്കണ്ട കേട്ടോ. നീ എന്നാലേ ചോറെടുത്ത് വെക്ക്. പിന്നെ ആ മീൻ ഉണ്ടല്ലോ, ആ നടുഭാഗം, ആ കഷ്ണമുള്ള ഭാഗം എനിക്കെടുത്ത് വെക്ക്. തല നീ എടുത്ത് വെച്ചോ കേട്ടോ. പെട്ടെന്ന് ആട്ടെ, വായി പൊളിച്ചിരിക്കാതെ.
എടി വേറെ ഡ്രസ് ഇട്ടോണ്ട് വാ. ഇല്ല ഇതേ എടുത്തോളൂ. എടി പുറത്തിറങ്ങുമല്ലേ 12 മണിയാകുമ്പോ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇതേ എടുത്തോളൂ. നീ നിന്റെ കാര്യം നോക്കിയാ മതി, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇങ്ങോട്ട് കാണുന്ന വെച്ചല്ല എനിക്ക് കരയുമ്പോ എന്താടി ചേട്ടാന്ന് വിളിച്ചാ വിളിയടി ചേട്ടാന്ന് വിളിച്ചാ. സൗണ്ട് കേക്കല്ലേ വെളി വരല് സൗണ്ട് ഇങ്ങോട്ട് നിക്കടി. അച്ഛാ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അച്ഛാ, എന്നെ വിളിച്ചോണ്ട് പോച്ച. എന്റെ കൊച്ചുങ്ങളെ ഓർത്തിട്ടാ അച്ഛാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ എന്ത് എടുത്തിട്ട് അടിക്കും അച്ഛാ. മോളെ, ഒരു കുടുംബമാകുമ്പം അടിയും വഴക്കും ഒക്കെ സാധാരണ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ. കുറച്ച് ഇടിയും വഴക്കും ഒക്കെ അത് എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ മോളെ, അത് അങ്ങ് സഹിച്ച് നിൽക്കണം. പിന്നെ ഇതിന്റെ പേര് ഞാൻ വീട്ടിലോട്ടൊന്നും വന്ന് നിൽക്കാന്നൊന്നും വിചാരിക്കണ്ട. കുടുംബത്തിന്റെ മാനം കളഞ്ഞ ഒരു പരിപാടിക്ക് ഞാൻ നിന്നെ വീട്ടിൽ കരുതില്ല കേട്ടോ. എടി ഒന്നിട്ടോണ്ട് പാടി. ഇല്ല 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 ഇല്ല. എന്തുകൂടെ പ്രശ്നം? മോക്ക് എന്താ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അച്ഛാ ഒരു വേറെ ഡ്രസ് ഇടുന്ന കാര്യം പറഞ്ഞതാ. അത് നീ തീരുമാനിക്കണ്ട, അത് അവളുടെ ഫ്രീഡമാ. ഞാൻ കൊടുത്തിരിക്കുന്ന ഫ്രീഡം, അതിന് നീ കയറി കൈയിടണ്ട കേട്ടല്ലോ. ഇവിടെ അവൾക്ക് ഇഷ്ടമുള്ള ഇട്ടോണ്ട് വരും, വേണമെങ്കിൽ കൂടെ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. ശരി. എനിക്ക് ഈ വെട്ടത്തൊക്കെ ഇറങ്ങി നടക്കാനുള്ള ഇതിന്റെ പേര് എനിക്ക് വീട്ടിൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് കണ്ടും കേട്ടും ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ സഹിച്ചങ്ങ് ജീവിച്ചു. ചെല്ല് പോയി ഇടി മേടിയിട്ട് ബാക്കി ഞാൻ എന്റെ പാട്ടിന് പോട്ടെ കിളക്കാറുള്ളൂ. എടി ഇവനെ ഡിവേഴ്സ് ആക്കട്ടെ അടുത്തോട്ടോ. ഇപ്പൊ ആക്കാം. ഇവനൊക്കെ നല്ല ആമ്പിള്ളാരെ കിട്ടും, നല്ല നട്ടലുള്ള ആമ്പിള്ളാര്. ഇവൻ പഴം എന്തുവാ ഡിവേഴ്സ് ആക്കാനോ ഇപ്പൊ തന്നെ? വേണ്ട വേണ്ട, ഒരു വട്ടം അവിടെ നോക്കട്ടെ. മര്യാദക്കാണെങ്കിൽ ഞാൻ മര്യാദക്കാ. എന്റെ മോളുടെ ഇഷ്ടമല്ല വേറെ ഇഷ്ടമൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടല്ലോ. മര്യാദക്ക് തോന്നാം എന്റെ മോളുടെ അടുത്ത്. ശരി, മര്യാദക്ക് നടക്കുവോ? മര്യാദക്ക് നടക്കുവോ? ചേട്ടനില്ലെങ്കിലും ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ജീവിക്കും. എനിക്ക് എന്റെ ജീവിതത്തിൽ ഇനി ഒരു പുരുഷനേ ഇല്ല. ആടേ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ മറ്റോളുണ്ടല്ലോ ഒന്ന് ഡൈ ആയി. ചേട്ടന്റെ ഓർമ്മ മാത്രം മനസ്സിലൊതുക്കിക്കൊണ്ട് ഞാൻ ജീവിക്കും. അപ്പം ഞാനിപ്പോൾ നമ്മുടെ ആട് 3 സിനിമയാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഷോ ഉണ്ട് ഇപ്പം. അപ്പോൾ അവരിപ്പം പറയാൻ ഇപ്പോൾ അടക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ചേഞ്ച് ചെയ്യ് ഒരു കുറച്ച് സമയത്തേക്ക്, കാരണം എനിക്ക് ആ സിനിമ കണ്ടിട്ട് വേണം റിവ്യൂവും കാര്യങ്ങളും യൂട്യൂബിലൊക്കെ ഇടാൻ. അപ്പോൾ സമയം വേണം. എന്നെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുമായിരുന്നെങ്കിലും ചേട്ടനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ആ നീ ഒരു വൈകിട്ടൊരു 12 മണിയോ അല്ലെങ്കിൽ രാത്രിയോ പിറ്റേ ദിവസമൊക്കെ വന്നാൽ മതി. വിഷമം ഉണ്ടോന്ന്? എന്തിനോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ചെറുതായിട്ട് ഷെഡ് എത്രയേ ഉള്ളൂ, ഷെഡ്. ചടിയൊക്കെ ചാവേണ്ടതായിരുന്നു. പറഞ്ഞിട്ടെന്ത് കാര്യം? ആ ഓക്കെ. ചിലവ് ഇടി പോടി ഇടിച്ച് ഇതിനൊക്കെ ചിലവ് ചോദിക്കുമോ? വരില്ല. ആ നോക്കാം ചെയ്യാമെന്ന്.